ഇന്നത്തെ വചനചിന്ത പ്രതിസന്ധിക്കകത്ത് വഴിയൊരുക്കുന്ന ദൈവം. പ്രതിസന്ധിക്കകത്ത് വഴിയൊരുക്കുന്ന ദൈവം, മരുഭൂമിയിൽ മന്ന ഒരുക്കിയ ദൈവം, മരുഭൂമിയിൽ ഉറവയെ ഒരുക്കിയ ദൈവം, ചെങ്കടലിൽ വഴിയൊരുക്കുന്ന ദൈവം, സിംഹകുഴിയിൽ സിംഹത്തിൻ്റെ വായ അടച്ച ദൈവം, തീച്ചൂളയ്ക്കകത്ത് വഴിയൊരുക്കിയ ദൈവം, പാറയ്ക്കകത്ത് വെള്ളം കയറിയ ദൈവം, ഏത് പ്രതിസന്ധിക്കകത്തും വഴിയൊരുക്കുവാൻ കഴിയുന്ന ദൈവത്തെ നാം ആരാധിക്കുന്നത്. ഭക്തനായ നെഹമ്യാവ് തൻ്റെ ദൗത്യം ആരംഭിക്കുന്നതിന് തടസ്സമായി നിന്ന എല്ലാ കൊടുങ്കാറ്റിനെയും നേരിടുവാൻ പ്രാപ്തനാക്കിയത് നെഹമ്യാവിൻ്റെ പ്രാർത്ഥന ജീവിതമായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നവനെ മറ്റാരുടെയും മുൻപിൽ മുട്ടുമടക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. നെഹമ്യാവിൻ്റെ ജീവിതത്തിൻ്റെ വിജയരഹസ്യം സ്വർഗത്തിലെ ദൈവം തങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും എന്നതാകുന്നു. ഭക്തനായ യോസഫിന് ദൈവം നൽകിയ സ്വപ്നത്തെ തടയുവാനോ നശിപ്പിക്കുവാനോ സഹോദരങ്ങൾ തിരഞ്ഞെടുത്ത പൊട്ടക്കിണറിനോ, ഭക്തനായ യോസഫ് കടന്നുപോയ അടിമച്ചന്തയ്ക്കോ, പോത്തിഭവൻ്റെ ഭവനത്തിനകത്തിനോ, നിന്ദയ്ക്കോ, കാരാഗൃഹത്തിനോ ഒന്നും കഴിഞ്ഞില്ല. തൻ്റെ സഹോദരങ്ങളും പോത്തിഭവൻ്റെ ഭാര്യയും യോസഫിൻ്റെ വസ്ത്രം മാത്രമേ അപഹരിക്കുവാൻ അവർക്ക് കഴിഞ്ഞുള്ളൂ. എന്നാൽ ദൈവം കൈമാറിയ സ്വപ്നത്തെ, വാഗ്ദത്തത്തെ തടയുവാൻ ആർക്കും കഴിഞ്ഞില്ല. യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് തക്ക സമയത്ത് യോസഫിന് കൈമാറിയ വാഗ്ദത്തത്തെ, ഭക്തനായ യോസഫ് കണ്ട സ്വപ്നത്തെ ദൈവം പൂർത്തീകരിച്ചുവെങ്കിൽ യോസഫിന് പറയുവാൻ ഒരു സന്ദേശമുണ്ട്. ദൈവത്തോട് കൂടെ നടന്നാൽ, ദൈവത്തോട് വിശ്വസ്ത പുലർത്തിയാൽ, ദൈവം നമ്മോട് കൂടെ ഇരുന്നാൽ, മുന്നിൽ എന്തെല്ലാം പ്രതിസന്ധി കടന്നു വന്നാലും, എന്തെല്ലാം കാരാഗൃഹത്തിൻ്റെ അനുഭവങ്ങൾ കടന്നു വന്നാലും, എത്ര പ്രതികൂലമാകുന്ന സാഹചര്യമാണെങ്കിലും വാഗ്ദത്തം നൽകിയ ദൈവം, സ്വപ്നം കൈമാറിയ ദൈവം തക്ക സമയത്ത് ദർശനം പൂർത്തീകരിക്കും. നെബൂഖദ്നേസർ രാജാവ് മറ്റുള്ളവരും ശദ്രക്കും മേശയ്ക്കും അബേദ്നെഗോവിനെ തീച്ചൂളയിൽ അവസാനിക്കുമെന്ന് അവർ കരുതിയപ്പോൾ, അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞവരെ കൊണ്ട് തങ്ങൾ ആശ്രയിക്കുന്ന ദൈവം ഇറങ്ങി വന്ന് വിടിവിക്കുന്ന ജീവനുള്ള ദൈവമുണ്ടെന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയും അവരെ കൊണ്ട് തന്നെ നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്തതുപോലെ, താങ്കളുടെ ജീവിതത്തിലും അവസാനിക്കുമെന്ന് പറഞ്ഞവരെ കൊണ്ട് ആരംഭങ്ങളെ കുറിപ്പിക്കുന്ന, ജീവിതത്തെ വ്യത്യാസം വരുത്തുന്ന ദൈവമുണ്ടെന്ന് വിളിച്ചു പറവാൻ തക്കവണ്ണം ശത്രുക്കൾ പോലും താങ്കൾ ജീവനുള്ള ദൈവത്തെയാണ് സേവിക്കുന്നതെന്ന് വിളിച്ചു പറയുവാൻ തക്കവണ്ണം ദൈവം അത്ഭുതം പ്രവർത്തിപ്പാനിടയാകും. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, മനുഷ്യർ നമ്മെ തിരഞ്ഞെടുക്കുന്നത് നാം ആരെന്നറിഞ്ഞിട്ടാണ്. എന്നാൽ ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത് നമ്മെ ആരാക്കാം എന്ന് ഉദ്ദേശിച്ചാണ്. ഹിസ്കീയാവ് കേട്ട അരുളപ്പാട്, നീ മരിച്ചു പോകും. എന്നാൽ കേട്ട അരുളപ്പാടിനോട് ഹിസ്കീയാ രാജാവ് പ്രതികരിച്ചത് പ്രാർത്ഥനയോടുകൂടെയായിരുന്നു. യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രത ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു. നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്നോർക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. നമ്മെ ഓർക്കുന്ന ദൈവം ഹിസ്കീയാവിനെ ഓർത്ത് 15 സംവത്സരം കൊടുത്ത് വിടുതൽ നൽകിയെങ്കിൽ, നമ്മുടെ ദൈവം നമ്മെ ഓർക്കുന്ന ദൈവമാണ്. പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ തക്ക സമയം വിടുതൽ നൽകുന്ന ദൈവമാണ്. മുന്നിൽ എത്ര പ്രതിസന്ധിയാണെങ്കിലും പ്രതിസന്ധിക്കകത്ത് വഴിയൊരുക്കുന്ന ദൈവത്തെ നാം ആരാധിക്കുന്നത്. മരുഭൂമിയിൽ മന്ന ഒരുക്കിയ ദൈവം, മരുഭൂമിയിൽ ഉറവ ഒരുക്കിയ ദൈവം, ചെങ്കടലിൽ വഴിയൊരുക്കിയ ദൈവം, സിംഹകുഴിയിൽ സിംഹത്തിൻ്റെ വായടയ്ക്കുന്ന ദൈവം, എബ്രായർ ബാലനുടെ നടുവിൽ, തീച്ചൂളയ്ക്ക് നടുവിൽ നാലാമനായി ഇറങ്ങി വന്ന ദൈവം ഏത് പ്രതിസന്ധിക്കകത്തും വഴിയൊരുക്കുവാൻ ശക്തനാണ്. ആകയാൽ മുന്നിൽ കാണപ്പെടുന്ന പ്രതിസന്ധിയെ കണ്ട് പകച്ചു പോകാതെ, തകർന്നു പോകാതെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുക. യെശയ്യാപ്രവചന പുസ്തകം 41-ാം അധ്യായം 10-ാം തിരുവചന പ്രകാരം വിളിച്ചു പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന്. ജീവിതത്തിനകത്ത് എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും, എത്ര വലിയ വിഷയമാണെങ്കിലും നമ്മെ താങ്ങുന്ന, നമ്മെ കരുതുന്ന, ഉള്ളംകരത്തിൽ വഹിക്കുന്ന കർത്താവ് കൂടെയുണ്ട്. കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ ചെവി മന്ദമായിട്ടില്ല. ആകയാൽ വിശ്വാസത്തോടുകൂടെ ദൈവകരങ്ങളെ സകല വിഷയങ്ങളും ഏൽപ്പിച്ച് മുന്നോട്ട് വിശ്വാസത്തോടുകൂടെ ചലിപ്പാൻ
വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയെ നൽകി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.